തന്നെയാണ് ഞാൻ പറയുന്നത്. ടീമിൽ കൂടുതൽ നമ്പറൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഈ 1500 പേരുടെ ഒരു ടീമില് നിങ്ങൾ ചെയ്യുന്നത് 100 PV ആണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് 100 PV റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ടീമിൽ 1500 പേരുണ്ടെങ്കിൽ 1500 പേര് 100 PV ചെയ്തു കഴിഞ്ഞാൽ ടോട്ടൽ വരുന്ന ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ലക്ഷം PV ആണ് അല്ലെ? 15,000 1.5 ലക്ഷം PV ആണ്. 1.5 ലക്ഷം PV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 30 എന്ന് പറഞ്ഞാൽ 4,50,000 45 ലക്ഷം രൂപയുടെ ബിസിനസ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവുക. 45 ലക്ഷം രൂപയുടെ ബിസിനസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒരു ആവറേജ് ഒരു 5 to 10% ഇൻസെന്റീവ് താഴെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യമാണ് പറയുന്നത്. വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് ഒരു 2 to 3 lakhs ഇൻകത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അത്രയും ഇൻകം ലെവലിലേക്ക് എത്താനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് നിങ്ങളുടെ പേഴ്സണൽ PV എന്ന് പറയുന്നത്. അത് നിങ്ങൾ 100 PV ആണ് ചെയ്യണമെങ്കിൽ ആ ടീമില് കുറെ പേര് 100 PV ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഫോർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അത് 150 PV ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ 200 PV ആണ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ടായിരുന്നു. അപ്പോ ഈ ഒരു പോയിന്റിന്, അതായത് നമ്മളുടെ പേഴ്സണൽ PVക്ക് ഇത്രയും റിലവൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ടീമിൽ വരുന്ന നമ്പർ കൂടുതൽ, അതായത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ പേഴ്സണൽ പ്രൊഡക്ടിവിറ്റി ഇൻറ്റു നമ്മുടെ ടീമിന്റെ സ്ട്രെങ്ത്, ആക്റ്റീവ് ആയിട്ടുള്ള ടീമിന്റെ സ്ട്രെങ്ത് ഇൻറ്റു വരുമ്പോഴാണ് അതാണ് ടോട്ടൽ വോളിയത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടീമില് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാര് എത്രയുണ്ടോ അവര് നിങ്ങളെ ഫോളോ ചെയ്യാൻ തയ്യാറാവുകയാണ്. നിങ്ങൾ ചെയ്യുന്നത് 10 PVയുടെ പ്രോഡക്റ്റ് ആണ് ചെയ്യണമെങ്കിൽ അവർ അത് 10 PV ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസവും, നിങ്ങൾ 100 PV ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസവും, നിങ്ങൾ 300 PV ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസവും, ഹൈ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീമാണ് ഹൈ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ടീമിനും ആ പ്രൊഡക്ടിവിറ്റി വരുന്നുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും ആ പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്ക് ഹയർ വോളിയം നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും നമ്മളൊരു എംപ്ലോയി മൈൻഡ് സെറ്റില് എനിക്ക് ഇതിൽ കൂടെ എന്തെങ്കിലും കിട്ടിയിട്ട് ചെയ്യാം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്, അത് വെച്ചുകൊണ്ട് ഇതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ശരിയായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. ആയതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് മെന്റാലിറ്റിയോട് കൂടിയിട്ട് ഞാൻ ചെയ്യാനുള്ളത് അതിന്റെ മാക്സിമത്തിൽ ചെയ്യും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് നമ്മുടെ പേഴ്സണൽ പർച്ചേസ് എത്ര ചെയ്യാൻ പറ്റും, 100 100, 300 300, 200 200, 500 500, എത്രയാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അത് നിങ്ങളുടെ അപ്ലൈൻ ആയിട്ട് ഇരുന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അത് നിർബന്ധമായിട്ടും നിങ്ങൾ തീരുമാനിച്ചിട്ടാണ്, ആരും നിങ്ങളെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ചതല്ല. പക്ഷെ അത് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ ടീമിൽ വരുന്ന ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ടീമിന്റെ ടോട്ടൽ വോളിയത്തിൽ അത് റിഫ്ലക്ട് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് അടിച്ചു പറയാനായിട്ട് സാധിക്കും, ഞാൻ എല്ലാ മാസം നേരത്തെ പറഞ്ഞില്ല, ഞാൻ എല്ലാ മാസം 200 PVയുടെ പ്രോഡക്റ്റ് എടുക്കുന്ന ആളാണ്, ഞാൻ എല്ലാ മാസം 300 PVയുടെ പ്രോഡക്റ്റ് എടുക്കുന്ന ആളാണ്, ഞാൻ എല്ലാ മാസം 500 PVയുടെ പ്രോഡക്റ്റ് എടുക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് അടിച്ചു പറഞ്ഞുകൊണ്ട് ആ ഒരു ബിലീഫ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പേഴ്സണൽ പർച്ചേസ്, നമ്മുടെ പേഴ്സണൽ യൂസേജ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു സ്റ്റെപ്പാണ്. പക്ഷെ ഇത് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വലിയ മിറാക്കുലസ് ആയിട്ടുള്ള റിസൾട്ടുകൾ, റിട്ടേൺസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ആയതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് സാധിക്കട്ടെ. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്. കാരണം 100-400ഓളം പ്രോഡക്റ്റ് നമുക്കുള്ളതാണ്. വിന്നിംഗ് ടീമാണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് 3 steps to crown, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് 500 PV സർക്കിൾ, ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് വിന്നിംഗ് ടീം പറയുന്ന സിസ്റ്റം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള റിസൾട്ട് എടുക്കാനും സാധിക്കും. ഒരു പോയിന്റ് കൂടെ മാത്രം ആഡ് ചെയ്തിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. വേറൊന്നല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാം വരാൻ പോവുകയാണ്. ഈ മാസം 19-ാം തീയതി നമ്മളെ ചീഫ് മെന്റർ ആയിട്ടുള്ള SP സാർ നമ്മളെ അഭിസംബോധന ചെയ്യാനായിട്ട് ഇവിടെ കേരളത്തിൽ എത്താൻ പോവുകയാണ്.
അപ്പൊ അദ്ദേഹം വരുന്ന സമയത്ത് നമ്മൾ അതൊരു അച്ചീവേഴ്സ് മീറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയം കൊണ്ട്, ബാക്കിയുള്ള സമയം കൊണ്ട്, ഇനിയുള്ള 10, 12, 13 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ ആയിട്ട് നിങ്ങൾ എത്തിപ്പെടാൻ സാധിക്കുന്ന അച്ചീവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ സ്റ്റേജിലെ റെക്കഗ്നീഷൻ വാങ്ങാനായിട്ട് തയ്യാറായിക്കൊണ്ട് നിങ്ങൾ അതിൽ ക്രൗൺ ആവണം, ഡയമണ്ട് ആവണം, അങ്ങനെയൊന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പോൾ ഉള്ളതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഉള്ള തീരുമാനം എടുത്തുകൊണ്ട് ആ തീരുമാനം നടപ്പാക്കിക്കൊണ്ട് 19-ാം തീയതി നിങ്ങളുടെ മാക്സിമം ആൾക്കാരുമായിട്ട് അവിടെ എത്തിച്ചേരുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഈ മാസം വളരെ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള മാസമായിട്ട് മാറട്ടെ. അത്രമാത്രം തൽക്കാലം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു വെൽ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓവർ ടു ശിശുപാലൻ സാർ.